ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ശാരദാമ്മയുടെ വീട്ടിലേക്ക് ശ്യാമ വന്നിരിക്കുകയാണ്. അമ്മയ്ക്ക് അപകടം പറ്റിയെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു പപ്പി മോള്. ശ്യാമ വന്ന കാര്യം സത്യ അറിയുകയും സത്യ ഇപ്പോൾ പപ്പിയെ കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട് ശ്യാമയെ. എന്നാൽ ആരുടെയും കണ്ണിൽപ്പെടാതെ ആരെയും കാണാതെ മറഞ്ഞു നിന്നാണ് കാണിച്ചു കൊടുക്കുന്നത്. പപ്പി നോക്കുമ്പോൾ കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന ശ്യാമയാണ് കാണുന്നത്. ശ്യാമയുടെ അരികിലേക്ക് ഗോപാലകൃഷ്ണനും ശാരദാമ്മയും ഒക്കെ വരുന്നുണ്ട്. ശാരദാമ്മ ഒരു ഗ്ലാസ് വെള്ളം ശ്യാമയ്ക്ക് കൊണ്ടുപോയി കൊടുക്കുന്നു. ഇതേ സമയം ശാലിനി പപ്പിയെ അന്വേഷിക്കാനുള്ള എല്ലാ നടപടികളും തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഗോപാലകൃഷ്ണനും ഗോപാലകൃഷ്ണൻ്റേത് ആയിട്ടുള്ള രീതിയിൽ അന്വേഷിക്കുന്നുണ്ട്. എന്നാൽ കുഞ്ഞ് ഇവിടെ തന്നെ ഉണ്ടെന്നുള്ള കാര്യം ഇപ്പോഴും ആരും അറിയുന്നില്ല. ഇപ്പോൾ മനസ്സിലായില്ലേ നിന്റെ അമ്മയ്ക്ക് ഒന്നും പറ്റിയില്ലെന്ന്? എങ്കിൽ വാ, നമുക്ക് ഇനിയിപ്പോൾ ഇവിടെ നിൽക്കേണ്ട എന്ന് പറഞ്ഞ് സത്യ പപ്പിയും കുട്ടി മുറിയിലേക്ക് പോയി. പപ്പി, നീ ഇവിടെ ആരും കാണാതെ ഒളിച്ചിരുന്നോണേ, ഞാൻ ഇപ്പോൾ വരാമേ എന്ന് പറഞ്ഞിട്ട് ആ വാതിലടച്ച് സത്യ അവരുടെ അടുത്തേക്ക് പോവുകയാണ്. വളരെ സങ്കടത്തോടെ തന്നെ ഇരിക്കുകയാണ് പപ്പി. ശാലിനി പറയുന്നുണ്ട്, കളക്ടർ എന്ന നിലയിൽ ഇതിൻ്റെ പേഴ്സണൽ താല്പര്യമാണ്. എത്രയും പെട്ടെന്ന് നമുക്ക് കുട്ടിയുടെ എന്തെങ്കിലും വിവരം കിട്ടിയിരിക്കണം. സ്കൂൾ ബാഗ് കൊണ്ടാണ് ഇറങ്ങിയിരിക്കുന്നത്. കഴിഞ്ഞ പകൽ മുഴുവനും CCTV ക്യാമറയിൽ പരിശോധിക്കണം, അപ്പോഴുണ്ടായ കാര്യങ്ങളൊക്കെ. എന്തെങ്കിലും തുമ്പ് കിട്ടാതിരിക്കില്ല എന്നൊക്കെ ശാലിനി പറയുന്നുണ്ട്. ശരി ഞാൻ വരാം എന്ന് പറഞ്ഞ് ശാലിനി പോകാൻ തയ്യാറാവുകയാണ്. എന്താ മോളെ, എന്തെങ്കിലും വിവരം കിട്ടിയോ എന്ന് ശാരദാമ്മ ചോദിക്കുമ്പോൾ ശാലിനി പറയുന്നു, അവർ പരിശോധിക്കുന്നുണ്ടമ്മേ, നമുക്ക് നോക്കാം. രാത്രിയായതിൻ്റെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ശ്യാമയാണെങ്കിൽ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നു. ഇതിന് നമുക്കൊരു പരിഹാരം ഉണ്ടാക്കാം എന്ന് ശാലിനി ശ്യാമയെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട്. മോളെ, പോലീസ് അവരുടെ വഴി അന്വേഷിക്കട്ടെ. മോള് പറഞ്ഞ ഒരു വീഴ്ചയും വരുത്തില്ല എന്ന് അച്ഛനറിയാം. പക്ഷേ നമുക്ക് ഇവിടെ സ്വസ്ഥമായിരിക്കാൻ കഴിയില്ലല്ലോ. എനിക്കും ഇവിടെ ചില ബന്ധങ്ങൾ ഉള്ളതല്ലേ. ഞാനും എൻ്റെതായ രീതിയിൽ അന്വേഷിക്കാം. രാവിലെ പേപ്പറിടാൻ പോകുന്ന ഒരു സംഘം റോഡിലുണ്ട്. രാത്രിയിൽ അവരൊക്കെ അവിടെ കാണും. ഇപ്പോൾ പോയാൽ അവരുടെ കാര്യങ്ങൾ ചോദിക്കാം. വഴിയിലേതെങ്കിലും കുട്ടിയെ കണ്ടോ എന്നും അവരോട് ചോദിക്കാം. ശാരദയെ വാതിലടച്ചോളൂ, ഞാൻ പോയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് ഗോപാലകൃഷ്ണൻ പോവുകയാണിപ്പോൾ. ഇവിടെ നിന്ന് പൊട്ടിക്കരയുകയാണ് ശ്യാമ. എൻ്റെ ശ്യാമ, ഇനിയൊന്ന് സമാധാനിക്കേ, നമ്മളൊക്കെ ഇല്ലേ എന്നൊക്കെ ശാലിനി പറയുന്നു. എല്ലാം കേട്ടുനിന്ന് സത്യ ഓടിപ്പോകുന്നത് പപ്പിയുടെ അരികിലേക്കാണ്. ഒടുവിൽ ശ്യാമ ഇപ്പോൾ ശാരദാമ്മയുടെ മടിയിൽ കിടന്നുറങ്ങിപ്പോയിരിക്കുന്നു. കരഞ്ഞു തളർന്നാണ് ആ ഉറക്കം. ശാലിനി അവിടേക്ക് വരുമ്പോൾ ശാരദാമ്മ ചോദിക്കുന്നുണ്ട്, മോളെ എന്തെങ്കിലും വിവരം കിട്ടിയോടി? കണ്ടുപിടിച്ച് കൊണ്ടുവരൂ അമ്മേ എന്ന് ശാലിനി പറയുന്നുണ്ട്. ഇതേസമയം ശ്യാമ കണ്ണ് തുറക്കുന്നു. ശാരദാമ്മയുടെ മടിയിൽ ശാലിനിയും ഇങ്ങനെ കിടക്കുകയാണ്. വല്ലാത്ത സങ്കടത്തിലാണിപ്പോൾ എല്ലാവരും. രണ്ട് മക്കളും അമ്മയുടെ മടിയിൽ കിടക്കുന്നു. എന്താടി ഇപ്പോൾ ഇങ്ങനെ തോന്നാൻ എന്ന് ശാരദാമ്മ ചോദിക്കുമ്പോൾ ശാലിനി പറയുന്നുണ്ട് കരഞ്ഞുകൊണ്ട്, എനിക്കിപ്പോൾ ഇങ്ങനെ തോന്നി. ഇങ്ങനെ കിടക്കുമ്പോൾ കിട്ടുന്ന ആശ്വാസം പറഞ്ഞറിയിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ് ശാലിനി കരയുന്നുണ്ട്. അതെ, പണ്ട് കുഞ്ഞേച്ചിയും വലിയേച്ചിയും ഞാനും നമ്മൾ 4 പേരും ഒന്നിച്ചല്ലേ പിടിച്ച് കിടന്നുകൊണ്ടിരുന്നത്. ഇന്നിപ്പോൾ നമ്മൾ 4 പേരും 4 വഴിക്കായെന്ന് ശ്യാമ കരഞ്ഞുകൊണ്ട് പറയുന്നു. അതെ, ശാരിക സമാധാനമായിട്ട് ജീവിക്കുന്നു എന്നൊരാശ്വാസമുണ്ട്. പക്ഷേ നിങ്ങൾ 2 പേരുമാണ് ഇപ്പോഴും കഷ്ടപ്പാടിൻ്റെ നടുവിൽ. അതാലോചിക്കുമ്പോൾ പഴയ ഓർമ്മകൾ, സന്തോഷങ്ങൾ എല്ലാം ആവിയായി പോവുകയാണ്. എന്നാ ഇനിയിപ്പോൾ എല്ലാത്തിനും ഒരു പരിഹാരം കാണുന്നത് എന്ന് ശാരദാമ്മ ചോദിക്കുമ്പോൾ ശാലിനി പറയുന്നു, അതൊന്നും ഇപ്പോൾ ആലോചിച്ച് കൂട്ടണ്ട. ശാരികേച്ചി സമാധാനമായിട്ട് ജീവിക്കുകയാണെന്ന് അമ്മ പറഞ്ഞില്ലേ, അത് എത്രമാത്രം കഷ്ടപ്പാടും പരീക്ഷണവും കഴിഞ്ഞിട്ടാണെന്ന് ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഞങ്ങളും ഈ പരീക്ഷണ ഘട്ടങ്ങളിലാണ് ഇപ്പോഴും. നാളെ നമുക്ക് ഉണ്ടാകും ആ സുരക്ഷിതത്വവും സന്തോഷവും എല്ലാം. അല്ലടി എന്ന് ശാലിനി പറയുന്നു. അതേ കുഞ്ഞേച്ചി, അതാണ് ഞാനും ആഗ്രഹിക്കുന്നത് എന്ന് ശ്യാമ പറഞ്ഞു. ശരി, ആയിക്കോട്ടെ, ആഗ്രഹിച്ചാൽ നടക്കും എന്നല്ലേ പറച്ചിൽ. നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് മേൽ എൻ്റെ പ്രാർത്ഥന എപ്പോഴും കാണും. അത് മതി ദൈവങ്ങൾക്ക് അനിഞ്ഞ് അനുഗ്രഹിക്കാൻ എന്ന് ശാരദാമ്മ പറഞ്ഞു. രണ്ടാളും കുറച്ചുനേരം കിടന്നുറങ്ങിക്കോ. അച്ഛൻ പപ്പിമോളെയും കൊണ്ട് തിരിച്ചു വരുമ്പോൾ ഞാൻ നിങ്ങളെ വിളിക്കാമെന്ന് ശാരദാമ്മ പറഞ്ഞു. എന്നാൽ ഇതേ സമയം തൊട്ടപ്പുറത്തെ മുറിയിൽ സത്യയും പപ്പിയും ഒരേ റൂമിൽ കിടന്ന് ഒരേ ബെഡിൽ കിടക്കുകയാണ്. പപ്പിക്കാണെങ്കിൽ ഉറക്കം വരുന്നില്ല. പപ്പി ഉറങ്ങാത്തതിനാൽ സത്യയും ഉറങ്ങുന്നില്ല. എന്ത് പറ്റി പപ്പി, ഉറക്കം വരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ പപ്പി പറയുന്നു, കണ്ണടയ്ക്കുമ്പോൾ അമ്മയുടെ കരയുന്ന മുഖമാണ് കാണുന്നത്. എന്നെ കാണാത്തോണ്ട് അമ്മ ഒരുപാട് സങ്കടപ്പെടുമെന്ന് പറയുന്നു. ഇപ്പോൾ ഇങ്ങനെ വരേണ്ടിയില്ല എന്ന് തോന്നുന്നുണ്ടോ എന്ന് സത്യ ചോദിക്കുമ്പോൾ പപ്പി പറയുന്നു, വന്നില്ലെങ്കിൽ വിഷ്ണു അച്ഛൻ്റെയും കാർത്തിക ആൻ്റിയുടെയും കല്യാണം നടക്കില്ലേ? പിന്നെ വിഷ്ണു അച്ഛൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ, അവിടുത്തെ എൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. സത്യ പറയുന്നു, പിന്നെ എന്തെങ്കിലുമൊക്കെ നേടണമെങ്കിൽ ഇങ്ങനെ ചില കഷ്ടപ്പാടൊക്കെ വേണ്ടി വരുമെന്നും പറയുന്നു. അത് കാര്യമാക്കണ്ട എന്നും പറയുന്നു. സത്യമ്മയ്ക്ക് എങ്ങനെയെങ്കിലും ഈ കല്യാണം നടത്തിയാൽ മതി, പാപം എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് രക്ഷപ്പെട്ടാൽ മതിയെന്നാ
പക്ഷേ സത്യമ്മ എതിർത്ത് ബിഗ് ഫ്രണ്ടിനൊന്നും പറയാൻ കഴിയില്ലല്ലോ പപ്പി എന്ന് സത്യ പറയുന്നു. എങ്കിൽ ബിഗ് ഫ്രണ്ടിന്റെ കാര്യമായോണ്ടാ ഈ കാര്യത്തിൽ പപ്പിയെ സഹായിക്കാൻ ഞാനും കൂടിയത്. പപ്പി പറയുന്നു, നാളെ ഈ കാര്യം എല്ലാവരും അറിയുമല്ലേ, ചിലപ്പോൾ വലിയ ബഹളമൊക്കെ ഉണ്ടാകും, അതും ഉണ്ടാകുമെന്ന് സത്യ പറയുമ്പോൾ പപ്പി പറയുന്നു, എന്നാലും കല്യാണം മുടങ്ങില്ലേ, എനിക്ക് അത് മതി. ഇങ്ങനെ വന്നോണ്ട് വേറൊരു ഗുണം ഉണ്ടായി, നമുക്ക് ഒന്നിച്ച് ഒരു മുറിയിൽ കിടക്കാൻ പറ്റിയല്ലോ എന്ന് പപ്പി പറയുമ്പോൾ പപ്പി മനസ്സിൽ വിചാരിക്കുന്നു, ഈ കല്യാണം നടക്കാതിരിക്കേണ്ടത് എന്നേക്കാൾ നിന്റെ ആവശ്യമാണ്. ഞാൻ ഇത്രയും കഷ്ടപ്പെടുന്നത് നിന്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ്, എൻ്റെ ചേച്ചി അമ്മയ്ക്ക് വേണ്ടിയിട്ട്. സത്യ ഉറങ്ങിയോ എന്ന് ചോദിക്കുന്നു. എന്ന് കണ്ണടച്ചുകൊണ്ട് സത്യം മൂളുമ്പോൾ പപ്പി പറയുന്നു, എന്നാ ഞാൻ ഉറങ്ങാന്ന്. അങ്ങനെ ഇപ്പോൾ രണ്ടുപേരും അവിടെ കിടന്നുറങ്ങി. ശേഷം കാണിക്കുന്നത് രാവിലെ ആയിരിക്കുന്നു. സത്യ പപ്പിമോളെ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങുകയാണ്. സത്യയുടെ മുറിയിലേക്ക് ശാരദാമ്മ വരുന്നു. സത്യമോളെ എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. സത്യമോളെ എഴുന്നേക്കിയതേ, അമ്മ തിരക്കുന്നു എന്ന് ശാരദാമ്മ പറയുന്നു. സത്യ ഇപ്പോൾ ഉറക്കത്തിൽ നിന്നും ഉണർന്നിരിക്കുന്നു. ഇപ്പോൾ തുറക്കാം ശാരദാമ്മേ എന്ന് പറഞ്ഞ് സത്യ എണീക്കാൻ തുടങ്ങുന്നു. എന്നിട്ട് പപ്പിയെ വിളിച്ചുണർത്തുന്നുണ്ട്. പപ്പി എണീക്ക്, പപ്പി എണീക്ക് എന്നൊക്കെ പതിയെ പപ്പിയെ വിളിച്ചുണർത്തുന്നു. ശാരദാമ്മയാണെങ്കിൽ വാതിൽക്കൽ തന്നെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. സത്യയെ സത്യ എന്ന് വിളിക്കുന്നുണ്ട്. ഇപ്പോൾ തുറക്കാം ശാരദാമ്മേ എന്ന് സത്യ. പപ്പി ഉണർന്നിട്ട് ചായ എന്നിങ്ങനെ പറയുമ്പോൾ സത്യ പറയുന്നു, ചായക്ക് സമയമുണ്ട്, ഇപ്പോൾ എഴുന്നേക്കേ. എടി നീ ഇപ്പോൾ എന്തെടുക്കുക, പിന്നെയും കിടന്നുറങ്ങിയോ എന്ന് ശാരദാമ്മ. ഇപ്പോൾ തുറക്കാം ശാരദാമ്മ എന്ന് സത്യമോളെ വിളിച്ച് പറയുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. എടി വാതിൽ തുറക്കും മോളെ എന്ന് ശാരദാമ്മ. അയ്യോ എന്ത് ചെയ്യുമെന്ന് പപ്പി ചോദിക്കുമ്പോൾ സത്യ പറയുന്നു, എന്തെങ്കിലും ചെയ്യാംന്നേ, നീ വന്നേ എന്ന് പറഞ്ഞിട്ട് പപ്പിയെ ഒളിപ്പിക്കുകയാണ് സത്യ. ദേ ഇവിടെ ഇരുന്നോളനെ, അനങ്ങിയോ ശബ്ദം ഉണ്ടാക്കിയേ ചെയ്യരുത് എന്ന് സത്യ. ഇങ്ങനെയാണെങ്കിൽ അമ്മ ഇനി മുറിയിൽ ഒറ്റയ്ക്ക് കിടത്തില്ല കേട്ടല്ലോ, എടി വാതിൽ തുറക്ക് എന്ന് ശാരദാമ്മ വീണ്ടും പറയുന്നു. ഇപ്പോൾ തുറക്കാൻ ശാരദാമ്മയെ ബഹളം വെക്കാതിരി എന്ന് സത്യ പറഞ്ഞു. പപ്പി ഞാൻ തുറക്കാൻ പോവാണേ, അനങ്ങാതിരുന്നോണേ എന്നൊക്കെ സത്യ ഒന്നുകൂടി പപ്പിയോട് പറയുമ്പോൾ പപ്പി മിണ്ടാതിരിക്കുകയാണ്. അങ്ങനെ ഇപ്പോൾ സത്യ വാതിൽ തുറക്കാൻ പോവുകയാണ്. ദാ ഇതുകൂടി പിടിച്ചോ എന്ന് പറഞ്ഞ് പപ്പിയുടെ ബാഗ് എടുത്ത് പപ്പിയുടെ കയ്യിൽ കൊടുത്തിട്ട് സത്യ വാതിൽ തുറന്നു. തള്ളി മറിച്ചിടല്ലേ, എത്ര നേരമായി വിളിക്കുന്നു, ഇങ്ങനെ കിടന്നുറങ്ങുവോ എന്നൊക്കെ ശാരദാമ്മ ചോദിക്കുമ്പോൾ സത്യ പറയുന്നുണ്ട്, ഹോംവർക്ക് ഉണ്ടായിരുന്ന ശാരദാമ്മേ, ഉറക്കം നേരെ കിട്ടിയിട്ടില്ല, കണ്ണുമുഖമൊക്കെ വാടിയിരിക്കുന്നെന്ന് ശാരദാമ്മ പറഞ്ഞു. അല്ല ഇന്നലെ രാത്രി മോൾ എന്തിനാ കരഞ്ഞത് എന്ന് ശാരദാമ്മ ചോദിക്കുമ്പോൾ സത്യ പറയുന്നുണ്ട്, കുട്ടികളായാലേ കരഞ്ഞെന്നൊക്കെ ഇരിക്കും. ശാരദാമ്മ എന്താ പോലീസാണോ ഇങ്ങനെയൊക്കെ ചോദിക്കാൻ ശാരദാമ്മ അകത്തേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ സത്യ ശാരദാമ്മയെ തടഞ്ഞിട്ട് പറയുന്നു, ശാരദാമ്മ നിൽക്കേ, ഇതെന്താ അകത്തേക്ക് പോകുന്നത്, എടി ഷീറ്റൊക്കെ എടുക്കണ്ടേ എന്ന് ശാരദാമ്മ. അതൊക്കെ പിന്നെ, എനിക്കിപ്പോൾ കാപ്പി വേണം, വല്ലാത്ത ദാഹം എന്ന് സത്യ പറയുമ്പോൾ ശാരദാമ്മ പറയുന്നുണ്ട്, അമ്മ അകത്തുണ്ട്, അടുക്കളയിലുണ്ട്, മോൾ അങ്ങോട്ട് ചെല്ലേ. പിന്നെയും ശാരദാമ്മ അകത്തേക്ക് കയറുമ്പോൾ സത്യ വീണ്ടും ശാരദാമ്മയെ തടഞ്ഞു. എനിക്ക് അമ്മ എടുത്തു തരണ്ട, എനിക്ക് എൻ്റെ ശാരദാമ്മ എടുത്തു തന്നാൽ മതി, നടക്ക് ശാരദാമ്മേ എന്നൊക്കെ സത്യ പറയുന്നു. ഓ ഈ കുഞ്ഞിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞ് ശാരദാമ്മ കിച്ചണിലേക്ക് പോകുന്നുണ്ട്. സത്യ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ ദാ വരുന്നെന്ന് പറഞ്ഞ് സത്യ ഓടുകയാണ്. ഇതേ സമയത്ത് വിഷ്ണുവും രോഹിതൊക്കെ പപ്പി അന്വേഷിക്കുകയാണ്. എല്ലായിടവും അന്വേഷിക്കുന്നു. അവരെ കൊണ്ടാവുന്ന എല്ലാവരെയും വിളിച്ചു ചോദിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ എവിടെയാണ് തിരക്കുന്നത് എന്ന് രോഹിത് ചോദിക്കുമ്പോൾ വിഷ്ണു പറയുന്നു, നീ സമാധാനപ്പെട്ട് നമുക്ക് തിരക്കാം. എടാ നീ അവിടെ ഒന്ന് ചോദിച്ചു നോക്കിയെന്ന് വഴിയിൽ കണ്ട ഒരു ചേട്ടൻ്റെ കടയിൽ ആ ഭാഗത്ത് നിർത്തുന്നു. അങ്ങനെ രോഹിത് ആ ചേട്ടൻ്റെ അടുത്ത് പോയി ചോദിക്കുന്നുണ്ട്, ഈ ഫോട്ടോയിൽ കാണുന്ന കൊച്ചിനെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന്. കണ്ടിട്ടില്ല എന്ന് ആ ചേട്ടൻ പറഞ്ഞു. രോഹിത് വീണ്ടും വണ്ടിയിലേക്ക് കയറി. ശാരദാമ്മയും വല്ലാത്ത ടെൻഷനിലാണ് പപ്പിയെ കാണാത്തതിനാൽ. ഒരു ഓട്ടോയിൽ ഗോപാലകൃഷ്ണൻ അവിടേക്ക് വന്നു. പ്രതീക്ഷയോടെ ഗോപാലകൃഷ്ണന്റെ അരികിലേക്ക് പോവുകയാണ് ശാരദാമ്മ. ഗോപാലേട്ട എവിടെ, കുഞ്ഞിനെ കണ്ടില്ലല്ലോ എന്ന് ശാരദാമ്മ ചോദിക്കുന്നു. പപ്പിയെ പറ്റി ഒരു വിവരവും കിട്ടിയില്ല എന്ന് ചോദിക്കുമ്പോൾ ഗോപാലകൃഷ്ണൻ പറയുന്നു, ഇല്ല ശാരദയെ, രാത്രി മുഴുവനും ഞാൻ അന്വേഷിച്ചു, സംശയമുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി നോക്കി. ഒരു റെയിൽവേ പറമ്പിൽ ഒരു നാടോടി സംഘം തമ്പടിച്ചിട്ടുണ്ട്. വെറുതെ സംശയം തിരക്കാനായിട്ട് അവിടെയും പോയി എല്ലാവരെയും തട്ടി ഉണർത്തി ചോദ്യം ചെയ്തു. എന്തിനു പറയുന്നു, അവരുമായിട്ട് വാക്ക് തർക്കവും ചില പിടിവലിയും ഒക്കെ ഉണ്ടായി. ഒരു പ്രയോജനം ഉണ്ടായില്ല എന്ന് ഗോപാലകൃഷ്ണൻ പറഞ്ഞു. ഇനിയിപ്പോൾ അന്വേഷിച്ചു പോകാൻ ഒരു സ്ഥലവും ഇല്ല എന്ന് വേണം പറയാൻ. ഇത് കേട്ടുകൊണ്ട് നിന്ന ശ്യാമ കരഞ്ഞുകൊണ്ട് അയ്യോ എൻ്റെ മോള് എന്ന് പറയുന്നു. മോള് സമാധാനമായിട്ടിരിക്കും, നമുക്ക് എന്തെങ്കിലും പോംവഴി ഉണ്ടാക്കാം, നമുക്ക് കണ്ടുപിടിക്കാമെന്ന് ഗോപാലകൃഷ്ണൻ ശ്യാമയോട് പറഞ്ഞു. നമ്മളിനി എന്ത് ചെയ്യും ഗോപാലേട്ട, അവർക്കും കുഞ്ഞിനെ കിട്ടിയില്ലെന്നാ എനിക്ക് തോന്നുന്നത്, അല്ലെങ്കിൽ ആ പൊന്നിയെങ്കിലും ഒന്ന് വിളിച്ച് പറഞ്ഞേനെ എന്ന് ശാരദാമ്മ. പേടിക്കണ്ട, ഇന്നലെ കളക്ടറല്ലേ പോലീസിനെ വിളിച്ചിട്ട് കുട്ടി മിസ്സിംഗ് ആണെന്ന് പറഞ്ഞത്, അവര് ഒരു ഉപേക്ഷയും കാണിക്കില്ല എന്നൊക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ സത്യ ഇവരുടെ സംസാരം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. പിന്നെ എൻ്റെ 4-5 പരിചയക്കാരും അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. പപ്പിയും അവിടേക്ക് വന്ന് ഇവരുടെ സംസാരം കേൾക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ ആരും രാത്രി ഉറങ്ങിയിട്ടില്ല, ഓരോരോ സങ്കടങ്ങളും പറഞ്ഞ് നേരം വെളുപ്പിച്ചു.
ഇതിനിടയിൽ മോളെ കിട്ടാൻ നേരാത്ത നേർച്ചകളില്ല, എന്നിട്ടും ഫലം കാണുന്നില്ലല്ലോ ഈശ്വര എന്ന് ശാരദാമ്മ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. അങ്ങനെയങ്ങ് നിരാശപ്പെടാതെ, ഇന്നാൾ ഇതുപോലെ കൊല്ലത്തുനിന്ന് ഒരു കുട്ടിയെ കാണാതായിട്ട് പിറ്റേന്ന് ഇതുപോലെ വൈകിട്ട് ഒരു പോറല് പോലും ഏൽക്കാതെയാ തിരിച്ചു കിട്ടിയത്. ഇതും അങ്ങനെയേ സംഭവിക്കൂ എന്ന് ഗോപാലകൃഷ്ണൻ പറഞ്ഞു. വാ പപ്പി എന്ന് പറഞ്ഞ് സത്യ പപ്പിയും കൂട്ടി മുറിയിലേക്ക് പോകുന്നു. അല്ല, ശാലിനി എവിടെ, കണ്ടിട്ടില്ലല്ലോ എന്ന് ഗോപാലകൃഷ്ണൻ. അവളെ രാവിലെ തന്നെ പോയി, എന്തോ അത്യാവശ്യ കാര്യമുണ്ടെന്ന് തോന്നുന്നു. പോകുന്നതിന് മുമ്പ് പോലീസുകാരെ വീണ്ടും വിളിച്ചെന്തൊക്കെയോ നിർദ്ദേശങ്ങളും കൊടുത്തിട്ടാ അവള് പോയതെന്ന് ശാരദാമ്മ. കുഞ്ഞേച്ചി പോയിരിക്കുന്നു എന്നേ ഉള്ളൂ. കളക്ടറാണെങ്കിലും കുഞ്ഞേച്ചി ഒരമ്മയല്ലേ, നെഞ്ചു പിടഞ്ഞാണ് പോയിരിക്കുന്നത്. ആഗ്രഹമുണ്ടായിട്ടല്ല, നിവർത്തിയില്ലാഞ്ഞിട്ടാണ് എന്ന് ശ്യാമ. ഓരോ പദവിയിലിരിക്കുമ്പോൾ എല്ലാം സഹിച്ചല്ലേ പറ്റൂ. ഏതായാലും നീ അങ്ങോട്ട് മടങ്ങിപ്പോണം. ഈ സമയത്ത് നീ നിൽക്കേണ്ടത് അവിടെയാണ് എന്ന് ഗോപാലകൃഷ്ണൻ. അല്ല ഗോപാലേട്ട, ഇന്നലെ ഇവളെ സത്യമ്മ അവിടെ ഇറക്കി വിട്ട സ്ഥിതിക്ക് എന്ന് ശാരദാമ്മ പറയുമ്പോൾ ഗോപാലകൃഷ്ണൻ പറയുന്നുണ്ട്, അങ്ങനെ തല്ലാനും പുറത്താക്കാനും തക്കല തെറ്റൊന്നും അവള് ചെയ്തിട്ടില്ലല്ലോ. ഇതിന് പിന്നിൽ കാർത്തികയാണ് എന്നൊരു സംശയം പറഞ്ഞു, അത്രയല്ലേ ഉള്ളൂ. അത് നമ്മൾ പറയുന്നതല്ലേ ഗോപാലേട്ട. മാത്രമല്ല പപ്പിമോളെ ഇതുവരെ തിരികെ കിട്ടിയിട്ടുമില്ല. ആ സ്ഥിതിക്ക് വീണ്ടും ഇവൾ അവിടെ ചെന്നാൽ സത്യമ്മ ഇറക്കി വിട്ടാലോ എന്ന് പറയുന്നു. നീ ഒന്ന് ചുമ്മാതിരിക്കേ. അങ്ങനെ തോന്നുമ്പോ ഇറക്കി വിടാൻ എന്റെ മക്കൾ എന്താ സത്യഭാമയുടെ കളിപ്പാവയാണോ? മുമ്പ് ശാലിനിയുടെ കാര്യത്തിൽ 5-6 വർഷം അവൾ ഒളിച്ചു താമസിച്ചു എന്നൊരു ന്യായമുണ്ടായിരുന്നു. ശ്യാമയുടെ കാര്യം അങ്ങനെയല്ല. ആളും പേര് പറഞ്ഞ് താലി കെട്ടി ഒരുമിച്ച് ജീവിക്കുന്നവരാണ്. ഒരു കാര്യം ചെയ്യാം, ഞാൻ തന്നെ ശ്യാമയെ അവിടെ കൊണ്ടാക്കാം. സത്യഭാമ ഇറക്കി വിടുന്നത് എനിക്കൊന്ന് കാണാമല്ലോ. ഗോപാലകൃഷ്ണനെ ശരിക്കും സത്യഭാമയ്ക്ക് അറിയാത്തോണ്ടാ. ശ്യാമയെ നമുക്ക് ഇപ്പൊ തന്നെ പോകാം എന്ന് പറയുമ്പോൾ അലച്ച അവര് എന്നൊക്കെ ശ്യാമ പറയുന്നു. ഞാൻ പറഞ്ഞില്ലേ, ശാലിനിയെ പോലല്ല ഇന്ന് വരെ ഭർത്താവിനോടും ഭർത്തൃ വീട്ടുകാരോടും ഒരു കുറ്റവും കുറവും ചെയ്യാത്തവളാണ് നീ. അതൊന്ന് നേരിട്ട് പറയേണ്ടത് ഈ അച്ഛന്റെ കടമയാണ്. ഇനി ഒരു നിമിഷം പോലും കളയാനില്ല, വാ എന്ന് പറഞ്ഞിട്ട് ശ്യാമയുടെ കൈ പിടിച്ച് പോകാൻ തുടങ്ങുകയാണ് ഗോപാലകൃഷ്ണൻ. അങ്ങനെ അവിടെ നിന്നും ഇറങ്ങുന്നു. ടെൻഷനോടെ ശാരദാമ്മ നിൽക്കുന്നു. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.